വെൽക്കം ടു അവർ ചാനൽ മൈൻഡ് ഇൻ മൂവ്മെന്റ്. എൻ്റെ പേര് ഷിറിൻ. ഞാൻ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 4 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ എനിക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. ഇതാണ് ആ ചാനൽ. 195 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചെറിയൊരു ചാനലാണ്. പിന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നിഫ്റ്റിയിലോട്ട് കിടക്കാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ നിഫ്റ്റിൻ്റെ ഒരു 5 മിനിറ്റ് ചാർട്ടിലോട്ടാണ് എത്തിയിരിക്കുന്നത്. ഓക്കെ. നമുക്ക് ആദ്യം നിഫ്റ്റിൻ്റെ ഒരു ലോങ് ടൈം വ്യൂ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിലോട്ട് പോകാം. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടോ? എനിക്ക് നല്ലൊരു പാറ്റേൺ ഫോം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കാണിച്ചു തരാം. ഓക്കെ. ഒരു കണ്ട ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ഡബ്ല്യു പാറ്റേൺ ഇങ്ങനെ ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. നല്ല ചാൻസ് ഉണ്ട്. അതിപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ല ഇതും ബ്രേക്ക് ചെയ്യണം. പിന്നെ കണ്ട, അഥവാ അവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ താഴത്തെ ലൈനിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഒരിക്കലും ഒരു എന്താ പറയുക 1 ഡേ ടൈം ഫ്രെയിം വെച്ചിട്ട് നമുക്ക് ഇൻട്രാ ഡേ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു സപ്പോർട്ടും കൂടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ. ഒരു സപ്പോർട്ട്, ഒരു ഹൊറിസോണ്ടൽ സപ്പോർട്ട് ഇത് കണ്ട, ഇതൊരു നല്ലൊരു ഹൊറിസോണ്ടൽ സപ്പോർട്ടാണ്. ഇവിടെ സപ്പോർട്ട് എടുത്തു, ഇവിടെ സപ്പോർട്ട് എടുത്തു. ഓക്കെ. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് ക്യാൻഡിലോട്ട് പോകാം. 15 മിനിറ്റിലെ ക്യാൻഡിലോട്ട്. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് ക്യാൻഡിലോട്ട് വന്നപ്പോഴും നമുക്കൊരു നല്ലൊരു ബുള്ളിഷ് പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ബുള്ളിഷ് പാറ്റേൺ. ഏത് പാറ്റേൺ ആണ് ഇത്? ഒരു നല്ലൊരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. എനിക്ക് നാളെ എൻ്റെ ബെസ്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നാളെ മാർക്കറ്റ് അഥവാ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഒരു 100 പോയിന്റ് 23,900 അടുത്ത് എനിക്ക് മാർക്കറ്റ് കിട്ടുവാണെങ്കിൽ ഇതേപോലത്തെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ട്, ചെറിയൊരു പിൻ ബാർ ടൈപ്പ്. ഈ ഗ്രീൻ ക്യാൻഡിൽ പോലെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്യുക, അല്ലെങ്കിൽ ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ, ഇതേപോലെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്, സേഫ് ആയിട്ടുള്ളവർക്ക് ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരണം. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 24,150 ഈ റേഞ്ചിലായിരിക്കും എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും 24,200. പിന്നെ എൻ്റെ ഫൈനൽ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോൾ ഈ ട്രെൻഡ് ലൈൻ്റെ അടുത്തെത്തും, ഇവിടെ നിന്ന് വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഫൈനൽ ടാർഗറ്റ് ഞാൻ ബുക്ക് ചെയ്തിരുന്നു. നാളെ നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഒരു 90% ചാൻസ് ഉണ്ട്. അഥവാ എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 15 മിനിറ്റ് റെഡ് ക്യാൻഡിൽ, കളർ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ, ഒരു 15 മിനിറ്റ് റെഡ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. അഥവാ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിട്ട് മാർക്കറ്റ് ഈ റേഞ്ചിൽ വരുവാണ്. ഈ റേഞ്ചിൽ അഥവാ മാർക്കറ്റ് വന്ന് ഇവിടുന്ന് താഴത്തോട്ട് ഇറങ്ങി ഇവിടുന്ന് പിന്നെയും വരുന്നത് പിന്നെ പഴയ പോലെ പറഞ്ഞത് പഴയ പോലെ തന്നെ. ഓക്കെ. സെയിം ഇവിടുന്ന് വരെ ഇവിടം വരെയുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിലും ബുക്ക് ചെയ്തിറങ്ങാം. ഓക്കെ. അഥവാ ഞാനൊന്ന് പുട്ട് സൈഡിലോട്ട് ഒരിക്കലും ഇൻട്രസ്റ്റഡ് അല്ല. ബിക്കോസ് എനിക്ക് ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിലും ഒരു 1 ഡേ ടൈം ഫ്രെയിമിലും എനിക്ക് നല്ലൊരു ബുള്ളിഷ് പാറ്റേൺ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പുട്ട് സൈഡിലോട്ട് ട്രേഡ് എടുക്കില്ല, അവോയ്ഡ് ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.